2024 വിനീത് ശ്രീനിവാസൻ സിനിമ വർഷങ്ങൾക്ക് ശേഷം അഭിനയിച്ചിരിക്കുന്നത് ധ്യാൻ ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാൽ, നിവിൻ പോളി, ബേസിൽ ജോസഫ് തുടങ്ങി വലിയൊരു കാസ്റ്റിങ്ങുള്ളൊരു സിനിമ. ഇതൊരു പക്ക വിനീത് ശ്രീനിവാസൻ മാജിക് എന്ന് തന്നെ പറയാം. കാരണം 2.25 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ഡ്രാമ മൂവി, ആവേശം പോലൊരു പക്ക എൻ്റർടൈനർ മൂവി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഹൗസ്ഫുള്ളായി ഇപ്പോഴും ഓടുന്നു. 2 ആഴ്ചയ്ക്ക് ശേഷവും ഇപ്പോഴും ഹൗസ്ഫുള്ളായി ഓടുക എന്ന് പറയുന്നത് വിനീത് ശ്രീനിവാസൻ എന്നൊരു ബ്രാൻഡിൻ്റെ പുറത്ത് മാത്രമാണ്. ഒരു നല്ലൊരു ഡ്രാമ മൂവിയാണ്. സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് സിനിമയ്ക്കുള്ള സിനിമയാണ് പറയുന്നത്. പ്രണവ് മോഹൻലാലിൻ്റെ ക്യാരക്ടറും ധ്യാൻ ശ്രീനിവാസൻ്റെ ക്യാരക്ടറും ഇവർ രണ്ടുപേരും സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരാണ്. സിനിമയിൽ എത്തിപ്പെടണമെന്ന് ആഗ്രഹിച്ച് മദിരാശിക്ക് വണ്ടി കയറുകയാണ്. കോടമ്പാക്കത്തേക്ക് പോകുന്നതും അവിടെ ചെന്ന് അതിനുശേഷം സിനിമയിൽ എത്തിപ്പെടാൻ നടത്തുന്ന ഇവരുടെ ശ്രമങ്ങളും അതിനുശേഷം സിനിമയിൽ എത്തിപ്പെടുന്നതും അതിനെയൊക്കെ ബേസ് ചെയ്ത് പോകുന്ന സിനിമകളാണ്. വർഷങ്ങൾക്ക് ശേഷവും വർഷങ്ങൾക്ക് മുന്നേയും ഉള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്ത് പോകുന്ന സിനിമയാണ്. ധ്യാൻ ശ്രീനിവാസൻ്റെ 10ാം ക്ലാസ് മുതലുള്ള ഒരു ലൈഫ് ജേർണിയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. അതുപോലെ എടുത്തു പറയേണ്ട ധ്യാൻ ശ്രീനിവാസൻ്റെ പെർഫോമൻസ്, നമ്മൾ ഇതുവരെ കാണാത്തൊരു പെർഫോമൻസ് തന്നെ ഈ സിനിമയിൽ കാണാൻ പറ്റും. പ്രണവ് മോഹൻലാൽ ആസ് യൂഷ്വൽ നോർമൽ പുള്ളി ചെയ്യുന്ന ആ ക്യാരക്ടർ അതുപോലെ അങ്ങ് ചെയ്തു എന്നുള്ളതല്ല, പ്രത്യേകിച്ചൊന്നും എടുത്തു പറയേണ്ടതായിട്ടൊന്നുമില്ല. അതുപോലെ നിവിൻ പോളിയുടെ ക്യാരക്ടർ ഓവറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഓവറായിട്ട് വരേണ്ട ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു. പുള്ളിയുടെ സിനിമകൾ കാണുന്ന എല്ലാവരും പറയാൻ ആഗ്രഹിക്കുന്നതും പുള്ളി ഇഷ്ടപ്പെടുന്നവർ പറയാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള പല കാര്യങ്ങളും സിനിമയ്ക്കുള്ളിൽ നിന്ന് തന്നെ പറയുന്നൊരു ക്യാരക്ടറിനെ കാണിച്ചിട്ടുണ്ട്. നിതിൻ പോളി എന്ന് പറയുന്നൊരു കിടിലൻ ക്യാരക്ടറിനെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ കണ്ടിരിക്കാവുന്നൊരു സിനിമ. തുടക്കത്തിൽ കുറച്ച് ലാഗ് അടിച്ചു, പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഒരു കിടിലൻ പെർഫോമൻസ് നിവിൻ പോളിയുടെ കയ്യിലായിരുന്നു സിനിമ എന്ന് തന്നെ പറയാം. പുള്ളിയാണ് ഇൻ്റർവെൽ കഴിഞ്ഞ് ഈ സിനിമ കൊണ്ടുപോകുന്നത് തന്നെ. അങ്ങനത്തെ ഒരു സിനിമ ഇപ്പോൾ തിയേറ്ററിൽ ഹൗസ്ഫുള്ളായിട്ട് തന്നെ ഓടുന്നുണ്ട്. തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക.